വർഷമാണ് ഒരു ഗവൺമെന്റ് വാഹനത്തിന്റെ മിനിമം വാലിഡിറ്റി, അതായത് നിരത്തിൽ ഓടാനുള്ള വാലിഡിറ്റി എന്ന് പറയുന്നത് 15 വർഷമാണ്. നിങ്ങൾക്ക് പറ്റി തടഞ്ഞു നിർത്താനുള്ള കാര്യം ജനങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ? ഓപ്പൺ ആയിട്ട് പറഞ്ഞോ. നമ്മൾ എന്തായാലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമല്ലേ? നിയമം തെറ്റിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഇത് നിയമം. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വാഹനമാണിത്. ഇപ്പൊ കുറച്ചു നേരം മുമ്പ് ഈ നമ്പർ പ്ലേറ്റ് മറിച്ചുകൊണ്ടാണ് ആ 2 പേര് നിന്നിട്ടുള്ളത്. ഇതിന്റെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് കാണാവുന്നതാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അടയ്ക്കേണ്ട 40,553 രൂപ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ ലൈഫ് ടൈം ടാക്സ് അടയ്ക്കാത്തതിൻ്റെ, പ്രോപ്പർ ടൈമിന് അടയ്ക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വന്ന് കിടക്കുന്ന ഫൈനാണ്. ഈ ഫൈൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിലേക്ക് കിട്ടേണ്ടതാണ്. ഈ വാഹനം ഫൈൻ അടയ്ക്കാതെ നിരത്തിലിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വാഹനം കയറ്റിയിട്ട് ഗവൺമെൻറ് അതോറിറ്റി തന്നെ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ ആരാണ് വിഡ്ഢിയാവുന്നത്? ജനങ്ങളുടെ ടാക്സ് കൊണ്ട് റണ്ണാവുന്ന ഗവൺമെൻറ് അതോറിറ്റി പ്രോപ്പർ ടൈമിന് ജനങ്ങളോട് പ്രതിബദ്ധമായിട്ട് അടയ്ക്കേണ്ട ലൈഫ് ടൈം ടാക്സ് അടയ്ക്കാതെ ഇന്നത് 40,553 രൂപയോളമായിരിക്കുന്നു. ആ ഫൈൻ അടയ്ക്കാതെ ഈ വണ്ടി നിരത്തിലിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ വാഹനം ഇവിടെ കയറ്റിയിട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നു. ഈ വാഹനത്തിന് അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് നോട്ട് അവൈലബിൾ ആണ്. അതായത് ഇതുവരെ പൊല്യൂഷൻ ടെസ്റ്റ് പോലും എടുക്കാത്ത ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ വാഹനമാണിത്. അതേപോലെ തന്നെ മറ്റൊരു ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ വാഹനമാണിത്. ഈ വാഹനത്തിൻ്റെ നോക്കുകയാണെങ്കിൽ ഫിറ്റ്നസ് എക്സ്പയർഡായി 1 ഫെബ്രുവരി പൊല്യൂഷൻ ടെസ്റ്റ് കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പുതുക്കിയിട്ടില്ല. നമ്മുടെ ടൂറിസം മിനിസ്റ്റർ എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഈ രീതിയിലാവുന്നത് നമ്മുടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രിയുടെ കോർഡിനേഷനിലുള്ള മികവില്ലായ്മയാണ്. ഇവിടെ ആരോടാണ് വണ്ടി കയറ്റിയിട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത്? ഇന്ന് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് വേണ്ടിയിട്ട് ഓടാനായിട്ട് വാഹനമില്ല, ഒരു ടൂറിസ്റ്റ് ബസ് ഒഴിച്ച്. അപ്പോൾ ആരോടാണ് പ്രതിഷേധിക്കുന്നത്? ജനങ്ങളോടാണ് പ്രതിഷേധിക്കുന്നത്. ഗവൺമെൻറ്റിന് കണ്ടുകിട്ടേണ്ട 40,553 രൂപയോളം ഇവരുടെ സാലറിയിൽ നിന്ന് പിടിക്കാതെ വാഹനം കയറ്റിയിട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നു. ഇനി കാലാവധി തീരുന്നത് വരെ ഇതിവിടെ കെടുക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ.